മംഗൽപാടിയിൽ MDMA വേട്ട. കാറിൽ ലഹരി കടത്തിയ കേസിലെ രണ്ടാം പ്രതി കർണാടകയിൽ നിന്നും പിടിയിൽ. കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി ഗോഡ്വിനാണ് മടിക്കേരിയിൽ നിന്ന് പിടിയിലായത്. കേരളത്തിലേക്ക് വൻതോതിൽ മയക്കുമരുന്ന് എത്തിക്കുന്ന അന്തർ സംസ്ഥാന ലഹരി ശൃംഖലയിലെ പ്രധാന കണ്ണി കുമ്പള പോലീസിന്റെ പിടിയിലായി. കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി ചാക്കോയുടെ മകൻ ഗോഡ്വിനെയാണ് കർണാടകയിലെ മടിക്കേരിയിൽ വെച്ച് പോലീസ് അതിസാഹസികമായി പിടികൂടിയത്. മൈസൂരിലെ ഒളിത്താവളം വളഞ്ഞ പോലീസിനെ വെട്ടിച്ച് അപ്പാർട്ട്മെന്റിന്റെ ഗേറ്റ് വാഹനമിടിച്ച് തകർത്ത് രക്ഷപ്പെടുവാൻ ശ്രമിച്ച പ്രതിയെ മണിക്കൂറുകൾ നീണ്ട ചേസിംഗിനൊടുവിലാണ് അന്വേഷണ സംഘം കുടുക്കിയത്. കഴിഞ്ഞ ഫെബ്രുവരി 1 മംഗൽപാടി സോങ്കാലിൽ വെച്ചാണ് കേസിനാസ്പദമായ ആദ്യ അറസ്റ്റ് നടക്കുന്നത്. സ്വിഫ്റ്റ് കാറിൽ അനധികൃത വിൽപ്പനയ്ക്കായി കടത്തുകയായിരുന്ന 53.980 ഗ്രാം MDMA കുമ്പള SI അനന്തകൃഷ്ണനും സംഘവും ചേർന്ന് പിടികൂടുകയായിരുന്നു. വാഹനം ഉൾപ്പെടെ ഒന്നാം പ്രതിയെ അറസ്റ്റ് ചെയ്ത പോലീസ് കുമ്പള സ്റ്റേഷനിൽ NDPS നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. അറസ്റ്റിലായ ഒന്നാം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് മയക്കുമരുന്ന് കൈമാറിയത് രണ്ടാം പ്രതിയായ ഗോഡ്വിനാണെന്ന് വ്യക്തമായത്. തുടർന്ന് നടത്തിയ വിദഗ്ധവും ശാസ്ത്രീയവുമായ അന്വേഷണത്തിൽ ഇയാൾ ഭാര്യയുമൊത്ത് മൈസൂരിലെ ഉളിക്കര സുവാരി ഗാർഡനിലുള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ഒളിച്ചു താമസിക്കുന്നതായി കണ്ടെത്തി. മൈസൂർ പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കുവാൻ അന്വേഷണ സംഘം അപ്പാർട്ട്മെന്റിൽ എത്തിയെങ്കിലും പോലീസിനെ കണ്ടയുടൻ ഇയാൾ സ്വന്തം വാഹനത്തിൽ അപ്പാർട്ട്മെന്റിന്റെ ഗേറ്റ് തകർത്ത് പുറത്തേക്ക് കുതിക്കുകയായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ ദ്രുതഗതിയിലുള്ള ഇടപെടലാണ് പ്രതിയെ പിടികൂടുന്നതിൽ നിർണായകമായത്. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി BV വിജയഭരത് റെഡ്ഡി IPSന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ കാസർഗോഡ് ASP അച്യുത് അശോക് IPS, കുമ്പള SHO ബൈജു K ജോസ്, SI അനന്തകൃഷ്ണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കിഷോർ, ഡ്രൈവർ CPO ജാബിർ എന്നിവരടങ്ങിയ സംഘമാണ് കർണാടകയിലെത്തി പ്രതിയെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.